നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്മൈൽ ഡിസൈനിങ്ങിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കാനായി എത്തുന്നത് ഏറ്റുമാനൂർ തീർത്ഥാസ് ടൂത്ത് അഫെയർ ഡെന്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെന്റൽ സർജനായിട്ടുള്ള ഡോക്ടർ തീർത്ഥ ഹേമന്താണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ചിരിക്കൊക്കെ വളരെ പ്രത്യേകതയുള്ളൊരു സമയമാണ്. അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പലരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് അത് എന്താണ്? സ്മൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇമോഷനാണ് ഒന്ന് ഒരാളെ നോക്കി ചിരിച്ച് സംസാരിക്കുക എന്നുള്ളത്. മിക്ക ആൾക്കാർക്കും ഈ എന്താ പറയുക, കോൺഫിഡൻറ്റോടെ സ്മൈൽ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ചിലപ്പോൾ അവരുടെ പല്ലിൻ്റെ കളറായിരിക്കാം, പല്ലിൻ്റെ ഷേപ്പായിരിക്കാം, മോണയുടെ കളറായിരിക്കാം, പല്ല് പൊങ്ങിയതായിരിക്കാം, പല്ലില്ലാത്തതായിരിക്കാം. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം അവരുടെ ചിരി പൂർണ്ണതയിലേക്ക് എത്താറില്ല. സോ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കി ചിരിയെ പൂർണ്ണതയിൽ എത്തിക്കുന്നത് ഒരു എല്ലാ ട്രീറ്റ്മെൻറ്റിങ് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ചെയ്യുന്ന ഒരു മൊത്തമായിട്ട് പറയുന്ന പേരാണ് സ്മൈൽ ഡിസൈനിങ്, അല്ലെങ്കിൽ സ്മൈൽ മേക്ക് ഓവർ എന്നൊക്കെ പറയുന്നത്. അപ്പം എന്താ പറയുക, നമ്മുടെ ചിരിയും ഓരോരുത്തരുടെ മുഖത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അവർക്കിഷ്ടപ്പെട്ട രീതിയിലേക്ക് നമ്മളെ ചിരിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ അല്ലെ ആ ഒരു ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. പല്ലും മോണയും ചുണ്ടും ഒക്കെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഇരിക്കുമ്പോഴാണ് ആ ചിരി ഏറ്റവും നല്ലതായി കാണപ്പെടുന്നത്. സോ എല്ലാവരുടെയും മുന്നിൽ കോൺഫിഡൻസോടെ ചിരിക്കാൻ വേണ്ടി അവരുടെ പല്ലിലെയും മോണയിലെയും ചുണ്ടിലേക്ക് പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവരുടെ ഇഷ്ടത്തെ രീതിയിലേക്കുള്ള ഒരു മുഖത്തിന് ചേർന്ന രീതിയിലേക്കുള്ള ചിരിയിലേക്ക് എത്തിക്കുന്നതിനാണ് സ്മൈൽ ഡിസൈനിങ് അല്ലെ സ്മൈൽ മേക്ക് ഓവർ എന്നൊക്കെ പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ കോസ്മെറ്റിക്കൽ ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതൊക്കെ ഈ സ്മൈൽ ഡിസൈനിങ്ങിൻ്റെ ഭാഗമായി തന്നെയുള്ളതാണോ? ഡെഫിനറ്റ്ലി. കാരണം എന്ന് വെച്ചാൽ പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ ഡെൻറ്റിസ്റ്റിനെ പല്ല് ഡോക്ടറെ കാണുന്നത് ഒരു വേദനയ്ക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ പല്ലെടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രമാണ് പണ്ടൊക്കെ കാണുന്നത്. പക്ഷേ ഇപ്പം ആ ഒരു ട്രെൻഡ് മാറിത്തുടങ്ങി. അതായത് എല്ലാവരും അതായത് ചിരിയെക്കുറിച്ചും അല്ലെങ്കിൽ പല്ലിനെക്കുറിച്ചും അവരുടെ പല്ല് എത്ര നന്നായിട്ടിരിക്കണമെന്നും ചിരി എത്ര നന്നായിട്ടിരിക്കണം എന്നൊക്കെ അവെയർ ആയി തുടങ്ങി. അവരുടെ ലുക്സ് എങ്ങനെയായിരിക്കണം, ചിരിക്കും എങ്ങനെ കാണണം, ഇൻസ്റ്റഗ്രാം ഫ്രണ്ട്ലി ചിരിയാണോ, അല്ല മറ്റുള്ളവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ അല്ലെ സ്വന്തം എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ എൻ്റെ ചിരി എങ്ങനെ ഇരിക്കണമെന്ന് എല്ലാവർക്കും ഒരു അവെയർനെസ് ആയി തുടങ്ങി. സോ അതിനെ ആസ് എ ഹോൾ പറയുന്ന ട്രീറ്റ്മെൻറ്റാണ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്. അതായത് പല്ലിനെയും മോണേനെയും ഒരു ഭംഗിയാക്കുന്ന, അതായത് വേദന മാറ്റി ഭംഗിയാക്കുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ ഒരു വരനെയോ അല്ലെങ്കിൽ വധുവിനെയോ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. പലരും പറയാറുണ്ട് ചിരിച്ചു നിൽക്കുന്നത് തന്നെ ഒരു വലിയ പോസിറ്റീവ് എനർജിയാണ്, അങ്ങനെ പല കാര്യങ്ങളും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ സ്മൈൽ ഡിസൈനിങ് ചെയ്യുന്നവരുണ്ടോ? കുറേ ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ അങ്ങനെ അത്ര അവെയർ ആയിരുന്നില്ല. വെഡ്ഡിങ് ഡേ എത്ര നന്നായിട്ടിരിക്കണമെന്ന് പണ്ട് അവെയർ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോഴ് കല്യാണത്തിനടുപ്പിച്ച് എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, എങ്ങനെ ഹെയർ എങ്ങനെ ഇരിക്കണം, ഡെസ്റ്റിനേഷൻ എവിടെയായിരിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ആ വെഡ്ഡിങ് ഡേ, അവരുടെ ആ സ്പെഷ്യൽ ഡേയിൽ ഇതൊക്കെ, അതായത് ഡ്രസ്സും മേക്കപ്പും എല്ലാം ഒത്തിണങ്ങി വരുമ്പോൾ ആ ചിരി മോശമായിട്ടിരുന്നാൽ അതിൻ്റെ ഭംഗിയൊക്കെ മാറി തുടങ്ങും. അപ്പം ആ ദിവസം അവരുടെ ആ സ്പെഷ്യൽ ഡേയിൽ ചിരി എത്രമാത്രം നന്നായിട്ടിരിക്കണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെഡ്ഡിങ് ഡേ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് എങ്ങനെ ഇരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ എന്താ എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം വെഡ്ഡിങ് ഡേ ഇപ്പം ചില ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് കളറ് മാറ്റിയാൽ മാത്രം മതിയായിരിക്കും. ഒരു മഞ്ഞപ്പിള്ള പല്ലുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ടീത്ത് വൈനിങ്, ഒരു സിംഗിൾ ഡേ അപ്പോയിൻമെൻറ്റിൽ തന്നെ പല്ലിൻ്റെ കളറൊക്കെ മാറ്റി ആ ഫോട്ടോസിലൊക്കെ പല്ല് കുറച്ച് ഭംഗിയായിട്ടിരിക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് ചെറിയ പൊട്ടലുകളും പല്ലിൽ ചെറിയ ക്രാക്സോ അല്ലെങ്കിൽ പല്ലിൽ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പേ ഒരാഴ്ച മുമ്പേ ഒക്കെ വന്നിട്ട് ഒന്ന് പ്ലാൻ ചെയ്താൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വിത്തിൻ 3 to 4 days ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ, അതായത് നല്ലപോലെ നിരതെറ്റിയിരിക്കുക, പല്ലില്ലാതിരിക്കുന്ന അവസ്ഥ, അതൊക്കെയാണെങ്കിൽ പറ്റുവാണെങ്കിൽ നേരത്തെ ഒരു വർഷത്തിന് മുമ്പേ നിങ്ങൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് നിങ്ങളുടെ വെഡ്ഡിങ് ഡേ ഇന്നാണ്, ഒരു വർഷം കഴിഞ്ഞാലാണ് വെഡ്ഡിങ് ഡേ, എൻ്റെ പല്ല് ഭയങ്കരമായിട്ട് നിരതെറ്റിയിരിക്കുകയാണ്, അപ്പോഴത്തേക്ക് എൻ്റെ പല്ല് നല്ല ഭംഗിയായിട്ടിരിക്കും, എൻ്റെ സ്പെഷ്യൽ ഡേയിൽ എൻ്റെ ഫോട്ടോസിൽ എൻ്റെ വെഡ്ഡിങ് ഡേയിൽ നല്ല രീതിയിൽ ചിരിക്കാൻ പറ്റണമെന്ന് ഉണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഡെൻറ്റിസ്റ്റിനെ പോയി കാണേണ്ടതാണ്. സോ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്നനുസരിച്ചാണ് നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നത്.
ഈ സാധാരണയായിട്ട് ഈ വിവാഹത്തിന് ഒരാൾ എത്തുമ്പോൾ അപ്പോൾ നമ്മൾ അത്തരം ആൾക്കാർ സാധാരണ ചെയ്യുന്ന ഒരു സ്മൈൽ ഡിസൈനിങ് ട്രീറ്റ്മെൻറ്റ് അതെന്തൊക്കെയാണ്? പൊതുവേ ചില ആൾക്കാർക്ക് ജസ്റ്റ് ഒരു ക്ലീനിങ് മാത്രം മതിയെന്ന് പറയും. അതായത് ജസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നല്ല നല്ല ഭംഗിയുള്ള പല്ലുകളായിരിക്കും, കുറച്ച് അഴുക്കും സ്റ്റെയിൻസും ഡെപ്പോസിറ്റ്സും മാത്രമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ക്ലീനിങ് ആൻഡ് പോളിഷിങ്ങിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ചില ആൾക്കാർക്ക് ഈ മേക്കപ്പൊക്കെ, അതായത് നല്ല മഞ്ഞ ടീത്തായിരിക്കും, അപ്പോൾ മേക്കപ്പൊക്കെ ഇടുമ്പോൾ ഭയങ്കര യെല്ലോയിഷ് ടീത്താകുമ്പോൾ ഫോട്ടോസിലായാലും ആ വെഡ്ഡിങ് ഡേ സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ കോൺഫിഡൻറ്റോടെ ചിരിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയാകുമ്പോൾ ഒരു ടീത്ത് വൈറ്റനിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നല്ല മെറ്റീരിയൽ വെച്ച് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ടീത്ത് വൈറ്റനിങ് നല്ലൊരു ഓപ്ഷനാണ് കല്യാണത്തിൻ്റെ സമയത്തൊക്കെ. പിന്നെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പോസിറ്റ്സോ, അതായത് ബോണ്ടിങ്സോ അല്ലെങ്കിൽ വെനീസ് അല്ലെങ്കിൽ സെറാമിക്സോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ സ്പേസ്, ചെറിയ ചെറിയ സ്പേസൊക്കെ ക്ലോസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ 2-3 ദിവസത്തെ കാര്യമേ ഉള്ളൂ. പക്ഷേ കുറേ നല്ലപോലെ ഗ്യാപ്പുകളുണ്ട്, നല്ലപോലെ പല്ല് പൊങ്ങിയിട്ടുണ്ടെങ്കിലൊക്കെ ബ്രേസസോ അലൈനേഴ്സോ ഒക്കെ ഇട്ട് കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ എത്രമാത്രം പ്രശ്നം ഉണ്ടെന്ന് അനുസരിച്ചാണ് എത്ര നേരത്തെ വരണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് സമയം മാത്രമാണെങ്കിൽ ജസ്റ്റ് ഒരു ടീത്ത് വൈറ്റനിങ്ങും ഒരു ടൂത്ത് ജ്വല്ലറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലരും ഈ പല്ലിൻ്റെ മുകളിലൊരു ജ്വല്ലറി വെച്ച് സ്മൈൽ എൻഹാൻസ് ചെയ്യുന്നതൊക്കെ ടൂത്ത് ജ്വല്ലറി എന്ന് പറയും. ഒരു ക്ലീനിങ്ങും ഒരു പോളിഷിങ്ങും ഒരു ടീത്ത് വൈറ്റനിങ് ഒരു ടൂത്ത് ജ്വല്ലറി ഒക്കെ ആണെങ്കിൽ 1-2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്നും ദിബിനാണ്. ദിബിൻ ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ, എന്റെ പേര് ബിപിൻ എന്നാണ്. ഹായ് ബിപിൻ. ഹലോ ഡോക്ടർ. ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത് ഈ സ്മൈൽ കറക്ഷന്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ കുറച്ച് ഗൂഗിളൊക്കെ ചെയ്ത് എനിക്ക് ഓൺലൈനായിട്ടൊക്കെ ഈ അലൈനേഴ്സിനെ കുറിച്ചൊക്കെ കുറച്ച് വന്നു. അപ്പൊ ഇത് കമ്പി ഇടണോ, അലൈനേഴ്സ് ചെയ്യണോ, ഇത് ഭയങ്കര നല്ല രീതിയിലൊക്കെ കുറച്ച് പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ എനിക്കിത് എന്റെ ആക്ച്വലി ഈ പല്ലിന്റെ നിരകൾ കുറച്ച് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ ബിപിൻ, ഈ അലൈനേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് ഡെന്റിസ്ട്രിയിൽ വന്നിരിക്കുന്ന ഏറ്റവും ഒരു അഡ്വാൻസ് ടെക്നോളജിയാണ്. അതായത് നമ്മുടെ പല്ല് നിര തെറ്റിയതൊക്കെ ഡിജിറ്റലി അനലൈസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഒരു ട്രാൻസ്പെറൻറ്റ് ട്രേസ് ഉപയോഗിച്ച് പല്ല് നിറയാക്കുന്നതാണ് ഈ അലൈനേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ അലൈനേഴ്സ് ആവട്ടെ ബ്രേസസ് ആവട്ടെ, ഇത് രണ്ടും പല്ലിനെ നിറയാക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. പക്ഷെ അത് ഏത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും നിങ്ങൾ എന്തായാലും തൊട്ടടുത്തുള്ളൊരു ഓർത്തഡോണ്ടിസ്റ്റ്, അതായത് ഇത് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ പല്ലിൻ്റെ അവസ്ഥ, എത്രമാത്രം പല്ല് പൊങ്ങിയിട്ടുണ്ട്, എത്രമാത്രം പല്ല് നിര തെറ്റിയിട്ടുണ്ട്, എന്താണെന്ന് പ്രശ്നം മനസ്സിലാക്കിയിട്ടാണ് അലൈനേഴ്സ് ചെയ്യണോ അല്ലെ ബ്രേസസ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി ഓർത്തഡോണ്ടിസ്റ്റിനെ, അതായത് ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ കാണുന്ന ഗൂഗിളിലൊക്കെ റിവ്യൂ ചെയ്യുന്നതിന് പകരം അല്ലെ ഗൂഗിളിലൊക്കെ നോക്കുന്നതിന് പകരം ഒരു ഓർത്തഡോണ്ടിസ്റ്റ്, തൊട്ടടുത്തുള്ളൊരു ഓർത്തഡോണ്ടിസ്റ്റിനെ കണ്ട് ഡോക്ടർ കണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് പ്ലാൻ ചെയ്യും. എല്ലാവർക്കും അലൈനേഴ്സ് ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവർക്കും ബ്രേസസിൻ്റെ ആവശ്യവും ഇല്ല. കാരണം അലൈസിന് കുറേ അഡ്വാൻറ്റേജുകളുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും സ്ഥിരമായിട്ട് എന്താ പറയുക, ഡോക്ടറെ പോയി കാണേണ്ട ആവശ്യമില്ല, പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ മനസ്സിലാവണമെന്നില്ല, പിന്നെ ഫ്രീക്വൻറ്റ് ഫോളോ അപ്പ് ഇല്ല, ഭക്ഷണം കഴിക്കുമ്പോഴും ബ്രഷ് ചെയ്യുമ്പോൾ കഴിച്ചു വെക്കുക. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ഓർത്തഡോണ്ടിസ്റ്റാണ്. നിങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അതിനനുസരിച്ചാണ് ഓർത്തഡോണ്ടിസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ ടൂത്ത് എന്നൊക്കെ പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒക്കെ പരസ്യം കണ്ടിരുന്നു. അപ്പൊ അത് എങ്ങനെ അത് എടുക്കാൻ പറ്റുമോ? ഇപ്പൊ എല്ലാരും ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറുന്ന ഒരു സമയമായതുകൊണ്ട് ഇങ്ങനെ നോക്കിയതാണ്. അങ്ങനെ ഒരിക്കലും ഞാൻ കേട്ടിട്ടുണ്ട് പലയിടത്തും വീട്ടിൽ വന്ന് സ്കാൻ ചെയ്ത് ഡെലിവറി ചെയ്യുന്ന അലൈനേഴ്സും അവൈലബിൾ ആണ്. ഒരിക്കലും ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ അതൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ പല്ലിൻ്റെയും മോണയുടെ അവസ്ഥ എങ്ങനെയെന്ന് നോക്കി ഒരു ഓർത്തഡോണ്ടിസ്റ്റ്, അതായത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർത്തഡോണ്ടിസ്റ്റ് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ലാബ് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു ഓൺലൈൻ ജിമിക്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ ചോദിക്കുകയാണ്, നമുക്കറിയാം ഇന്ന് പലരും പ്രിഫർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ അലൈനർ എന്ന് പറയുന്നത്. കമ്പി ഇടുന്നതിന് പകരം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കമ്പി ഇടുന്നത് ചിലപ്പോൾ അഭംഗിയായിട്ട് തോന്നാം, അങ്ങനെ പല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഈ ഒരു അലൈനർ ഇടുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുന്നു. അങ്ങനെ സെലിബ്രിറ്റീസുകൾ അടക്കം ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അവരടക്കം ഇത് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, എങ്ങനെയാണത്?
ഇന്ന് ഡെൻറ്റിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെൻറ്റിസ്റ്റിൽ നല്ലൊരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് അലൈനേഴ്സ്, ട്രാൻസ്പെറൻറ്റ് അലൈനേഴ്സ് ഉപയോഗിച്ച് പല്ലിൻ്റെ നിര, പല്ല് തള്ളി നിൽക്കുന്നത്, പല്ലിൻ്റെ ഗ്യാപ്പ്, പല്ലിൻ്റെ ചെറിയ ക്രൗഡിങ് ഒക്കെ കറക്റ്റ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ട്രേസ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ക്ലിയർ ട്രാൻസ്പെറൻറ്റ് ട്രേസ് ആയതുകൊണ്ട് ആ പേരിൽ തന്നെ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിയാൽ മനസ്സിലാവത്തില്ല അങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ട്രേസ് വായിലുണ്ടെന്നും അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടെന്നും പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കിയാൽ മനസ്സിലാവത്തില്ല. പിന്നെ ഏറ്റവും ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഡെൻറ്റിസ്റ്റിനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഓർത്തഡോണ്ടിസ്റ്റിനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ബ്രേസസ് ടൈറ്റ് ചെയ്യുന്ന പോലെ എപ്പോഴും വന്ന് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ കുറച്ച് ദൂരെ പഠിക്കുന്നവർ അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നവർക്കൊക്കെ ഈ അലൈനേഴ്സ് വളരെ ഉപയോഗപ്രദമാണ്. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴായാലും ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ അഴിച്ചു വെക്കാൻ പറ്റും. സോ എന്താ പറയുക, കുറച്ചുകൂടെ ഹൈജീൻ ആയിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അപ്പം ഇന്നത്തെ അഡ്വാൻസ് ടെക്നോളജിയിൽ അലൈനേഴ്സ് നല്ലൊരു കാര്യമാണ്. പക്ഷേ ഞാൻ പറയുന്ന പോലെ ഓർത്തഡോണ്ടിസ്റ്റ് കണ്ടിട്ട് നിങ്ങളുടെ എന്താണ് അവസ്ഥ എന്നനുസരിച്ചാണ് അത് പ്ലാൻ ചെയ്യുന്നത്. ഏത് കമ്പനി ഉപയോഗിക്കണം, ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, എത്ര ഡേയ്സ് ഉപയോഗിക്കുന്നത്, അതായത് 7 days to 14 days വരെ ഉപയോഗിക്കുന്ന അലൈനേഴ്സ് ഉണ്ട്. ഏത് തരം അലൈനേഴ്സാണ് വേണ്ടത്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്പെർട്ടൈസ് ഓഫ് ദ ഡോക്ടർ. ഏത് ഡോക്ടറുടെ ക്വാളിഫിക്കേഷനും ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ചെയ്യുന്ന ലാബ്, അതിനൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ കേസ് സെലക്ഷൻ, അതായത് പേഷ്യൻ്റ് എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് അനുസരിച്ചാണ് അലൈനേഴ്സ് വേണോ അല്ലെങ്കിൽ ബ്രേസസ് വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഡോക്ടർ, നമുക്കറിയാം ഇത് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടം അത് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് നേരെ ഓപ്പോസിറ്റായിട്ട് ഭവിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പേഷ്യൻ്റ് കോംപ്ലയൻസ് എന്ന് പറയും. അതായത് നമുക്ക് അത് ഒരു ദിവസത്തെ ട്രീറ്റ്മെൻ്റ് അല്ല. സാധാരണ ഒരു പല്ല് ക്ലീൻ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ പല്ല് അടയ്ക്കുന്ന പോലെയോ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, അതായത് അലൈനേഴ്സ് ആവട്ടെ ബ്രേസസ് ആവട്ടെ, അലൈനേഴ്സ് എസ്പെഷ്യലി അലൈനേഴ്സ് റിമൂവബിൾ ആണല്ലോ. അപ്പം പേഷ്യൻ്റ് കോംപ്ലയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റായിട്ട് ഉപയോഗിക്കണം. 24 മണിക്കൂറിൽ 20 മുതൽ 22 മണിക്കൂർ വരെ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് ആ പേഷ്യൻ്റെ പല്ലിൻ്റെ മൂവ്മെൻറ്റിൽ ഉണ്ടാകത്തുള്ളൂ. സോ അത് മാത്രമല്ല കുറേ നാളത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ ഇത്. ഒരു ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലാത്തതുകൊണ്ട് ആ പേഷ്യൻ്റ് റാപ്പോ പേഷ്യൻ്റ് അതായത് അതിനോട് ആ ഒരു ഇത്രയും ടൈം ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുള്ളവരാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്? ഏത് തരം ട്രീറ്റ്മെൻറ്റുകൾക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട്? അതായത് നമുക്ക് ഏജ് ഒരു 7-8 വയസ്സ് മുതൽ പല്ലും മോണയുടെയും ഹെൽത്ത്, പല്ലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ ഹെൽത്ത് ആണെങ്കിൽ ഏത് പ്രായം വരെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കൂടുതലും സോഷ്യലി ആക്റ്റീവ് ആയ ആൾക്കാർ, എപ്പോഴും വന്ന് ഡെൻറ്റിസ്റ്റിനെ കാണിക്കാൻ പറ്റാത്തവർ, അതായത് ദൂരെ പഠിക്കുന്നവർ, എബ്രോഡ് പോകുന്നവർ, പിന്നെ ടൈം അതായത് എപ്പോഴും നമുക്ക് ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവണമല്ലോ. എല്ലാ മാസവും വന്ന് ടൈറ്റ് ചെയ്യാൻ പറ്റാത്തവർ, പിന്നെ കോൺടാക്ട് ഗെയിംസിലൊക്കെ അതായത് സ്പോർട്സിൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ മെറ്റാലിക് അലർജി ഉള്ളവർക്കൊക്കെ അലൈനേഴ്സ്, അതായത് ഇന്നത്തെ കാലത്ത് ആർക്കാണോ ഇപ്പോൾ രണ്ടും ചെയ്യാൻ പറ്റും. ബ്രേസസ് ആണ് അലൈനേഴ്സ് താല്പര്യമുള്ളവർക്ക് അലൈനേഴ്സ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഇന്ന ആൾക്കാർക്ക് വേണമെന്നൊന്നുമില്ല. ദാറ്റ്സ് ദെയർ ചോയ്സ്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ നമ്മുടെ മുൻനിരയിലുള്ള പല്ലുകൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം വളരെ പെട്ടെന്ന് എല്ലാവരും ക്യാച്ച് ചെയ്യും, ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ മുൻനിരയിലുള്ള പല്ലുകൾ. അപ്പോൾ ഈ ഒരു പല്ലിൻ്റെ വിടവുകളൊക്കെ ഈ സ്മൈൽ ഡിസൈനിങ്ങിലൂടെ എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത്? മുൻനിരയുള്ള പല്ലുകൾ, ഈ വിടവുകൾ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. ആദ്യം നമ്മൾ എന്ത് കാരണം കൊണ്ടാണ് വിടവ് വന്നത്, പല്ലിൻ്റെ സൈസാണോ അല്ല പേഷ്യൻ്റെ പല്ല് പൊങ്ങിയിട്ടുള്ള വിടവാണോ, മോണരോഗം കൊണ്ടാണോ, എന്ത് കാരണം കൊണ്ടാണ് വിടവ് ഉണ്ടായതെന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. പിന്നെ അത് എത്രമാത്രം വിടവുണ്ടെന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. സോ അതിന് 3 മെത്തേഡുകളാണ് പൊതുവേ ഉള്ളത്. ഒന്ന്, പല്ല് നീക്കിയിട്ട് ആ സ്പേസ് ക്ലോസ് ചെയ്യുക. അതിനാണ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ ബ്രേസസോ അലൈനേഴ്സോ ഇട്ടിട്ട് പല്ല് നീക്കിയിട്ട് ആ സ്പേസ് ക്ലോസ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെറാമിക്സ് അല്ലെങ്കിൽ വെനീസോ ക്രൗൺസോ ഉപയോഗിച്ച് നമ്മൾ ആ സ്പേസ് ക്ലോസ് ചെയ്യുന്നത്. അതായത് എത്രമാത്രമാണോ സ്പേസ് അതിനനുസരിച്ച് ബൈറ്റൊക്കെ നോക്കി മുകളത്തെയും താഴത്തെയും പല്ലിൻ്റെ കടിയൊക്കെ നോക്കി സെറാമിക് വെച്ച് സ്പേസ് ക്ലോസ് ചെയ്യും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ അപ്പോയിൻമെൻറ്റിൽ, അതായത് പേഷ്യൻ്റ് സമയമില്ല ഡോക്ടറെ, എനിക്ക് ഒരു ദിവസം കൊണ്ട് ആ സ്പേസ് ക്ലോസ് ചെയ്ത് തരണം, 2-3 ദിവസം പ്രാവശ്യം എനിക്ക് വരാൻ പറ്റത്തില്ല, കുറേ നാളത്തെ സമയമില്ല, എനിക്ക് പെട്ടെന്ന് ഒറ്റ സിറ്റിങ്ങിൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് ആ സ്പേസ് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പം എത്രമാത്രമാണ് സ്പേസ്, എങ്ങനെയാണ് പേഷ്യൻ്റെ ബൈറ്റ് കടി, എന്താണ് പല്ല് പൊങ്ങാനുള്ള കാരണം നോക്കിയിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നതും. അതിന് 3 ഓപ്ഷൻസ് ആണ്. ഒന്ന് കോമ്പോസിറ്റ്സ്, ഒന്ന് വെനീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, പിന്നെ പല്ല് നീക്കിയിട്ട് അതായത് കമ്പിയിട്ടോ അലൈനേഴ്സ് ഇട്ടോ സ്പേസ് ക്ലോസ് ചെയ്യുന്നത്. അത് പേഷ്യൻറ്റിന് ഏതാണോ താല്പര്യം അനുസരിച്ച് ചെയ്തു കൊടുക്കും.
ഡോക്ടർ, നമുക്കറിയാം ഈ പല്ലിൻ്റെ മഞ്ഞ നിറം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പല്ലിൻ്റെ കറകൾ, ഇതൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുമോ? പല്ലിൻ്റെ മഞ്ഞ നിറം പല കാരണങ്ങളും കൊണ്ടുണ്ടാവാം. അതായത് ചിലപ്പം ചില സ്റ്റെയിൻസ്, എക്സ്റ്റൻസിക് സ്റ്റെയിൻസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കുടിക്കുന്ന വെള്ളം, കോഫി, ടീ സ്റ്റെയിൻസ്, അല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻസ് കൊണ്ടൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ക്ലീനിങ്, പോളിഷിങ്, അതായത് ക്ലീൻ ചെയ്തൊന്നും പോളിഷ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ചില കറകളൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് പോകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഫ്ലൂറോസ്, കുറേ ഫ്ലൂറൈഡ് കൂടിയ വെള്ളമൊക്കെ കുടിക്കുമ്പോൾ പല്ലിൻ്റെ കളറ് മിക്കതും അകത്തോട്ടുള്ള സ്റ്റെയിൻസ് ആയിരിക്കും. ചിലപ്പോൾ അത് ക്ലീൻ ചെയ്താലും പോകണമെന്നില്ല. അങ്ങനെയാണ്, അപ്പോഴാണ് നമ്മൾ സെറാമിക് വെച്ച് പെർമനൻ്റ് ആയിട്ട് ആ പല്ലിൻ്റെ മുകളിലേക്കൊരു ഷെല്ല് പോലെ വെക്കുന്നത്. വെനീസ് എന്ന് പറഞ്ഞും ക്രൗൺസും പറഞ്ഞ് പല്ലിൻ്റെ മുകളിലേക്കൊരു ആർട്ടിഫിഷ്യലായിട്ടൊരു ലെയർ വെക്കുമ്പോൾ പെർമനൻ്റ് ആയിട്ട് ആ കളറ് മാറും. സോ അത് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലത്തേക്ക്, അതായത് ബ്ലീച്ചിങ് എന്നൊരു ഓപ്ഷനുണ്ട്. അതായത് മഞ്ഞ കളറാണ്, ഒരു ഫംഗ്ഷന് പോകണം, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എൻ്റെ കളറ് മാറണം, കുറച്ച് നാളത്തേക്കാണെങ്കിൽ നമുക്ക് ടീത്ത് വൈറ്റനിങ് എന്നൊരു ഓപ്ഷനുണ്ട്. സോ ഈ 3 ഓപ്ഷൻസ് ആണ് പൊതുവേ ഉള്ളത്. ജസ്റ്റ് ഒന്ന് അഴുക്കും കറയും പോകണമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അല്ല നല്ലപോലെ ഒന്ന് വെളുക്കണമെങ്കിൽ, കുറച്ച് കാലത്തേക്ക് വെളുക്കണമെങ്കിൽ ടീത്ത് വൈറ്റനിങ് ചെയ്യാം. അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് കുറച്ച് നാളത്തേക്ക്, ഒരു 10-15 വർഷത്തേക്ക് എൻ്റെ കളർ കംപ്ലീറ്റ് ആയിട്ട് പെർമനൻ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ വെനീസോ ക്രൗൺസോ ചെയ്ത് പല്ലിൻ്റെ മുകളിലേക്ക് പെർമനൻ്റ് ആയിട്ട് ഷെല്ല് വെച്ചും പല്ലിൻ്റെ കളർ മാറ്റാം. അത് പേഷ്യൻ്റ്, അതായത് ഇപ്പം അവർക്ക് ആളുകൾക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ശരി ഡോക്ടർ, അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ പല്ല് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെടുന്നത്. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത്? പല്ല് നഷ്ടപ്പെടുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും നഷ്ടപ്പെട്ട പല്ല് തിരിച്ചു വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്ക് പല്ല് ചവയ്ക്കാൻ ആവശ്യമാണ്, ഭംഗിക്ക് ആവശ്യമാണ്, പിന്നെ എന്താ പറയുക, ഫോണറ്റിക്സിന് ആവശ്യമാണ്. സോ പല്ല് നഷ്ടപ്പെട്ടാൽ എന്തുകൊണ്ടാണ് പല്ല് നഷ്ടപ്പെട്ടതെന്ന് ആദ്യം നോക്കണം. ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നമ്മളത് തീരുമാനിക്കണം. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ നാച്ചുറൽ എങ്ങനെയാണോ പല്ല്, എല്ലിൻ്റെ സപ്പോർട്ട് എടുത്തിട്ടാണ് പല്ല് നിൽക്കുന്നത്, അതുപോലെ തന്നെ നാച്ചുറലായിട്ട് ഇംപ്ലാന്റ്സ് എന്ന ഓപ്ഷനാണ് ഏറ്റവും നല്ലൊരു, അതായത് ഗോൾഡൻ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറയില്ലേ, ഇംപ്ലാന്റ്സ് എല്ലിൻ്റെ സപ്പോർട്ടോട് കൂടെ നാച്ചുറലി എങ്ങനെയാണോ പല്ലിരിക്കുന്നത് എല്ലിൻ്റെ സപ്പോർട്ട് വെക്കുന്ന രീതിയാണ് ഡെൻറ്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലിൻ്റെ സപ്പോർട്ടല്ല, എവിടെയാണോ പല്ല് നഷ്ടപ്പെട്ടത് തൊട്ടടുത്ത പല്ലിൻ്റെ സപ്പോർട്ടോട് കൂടെ ചെയ്യുന്നതാണ് ബ്രിഡ്ജസ്, അല്ലെങ്കിൽ ഫിക്സ് പാർഷ്യൽ ബ്രിഡ്ജസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത് എടുത്ത് വെക്കുന്ന രീതിയിൽ. ഈ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് പല്ല് നഷ്ടപ്പെട്ടാൽ വെക്കാനുള്ള രീതികൾ. അതായത് എല്ലിൻ്റെ സപ്പോർട്ടോടുകൂടിയും പല്ലിൻ്റെ സപ്പോർട്ടോടുകൂടിയും പിന്നെ എടുത്ത് വെക്കാവുന്ന രീതിയിലും. കഴിയുന്നതും പല്ല് നഷ്ടപ്പെട്ടാൽ നമ്മൾ 3 to 6 months കൊണ്ട് എന്തായാലും റീപ്ലേസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ പല്ല് നഷ്ടപ്പെട്ട തൊട്ടടുത്ത പല്ല് അങ്ങോട്ട് നീങ്ങാനും, മുകളത്തെ പല്ല് ഇറങ്ങി വരാനും, മോണരോഗം വരാനും, പല്ല് ഭക്ഷണങ്ങളൊക്കെ തങ്ങിയിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ബൈറ്റ് മാറാനും, തൊട്ടടുത്ത പല്ലിന് എക്സ്ട്രാ ലോഡ് വരാനും, ജോയിൻറ്റ് പെയിൻ വരാനൊക്കെ സാധ്യതയുണ്ട്. സോ പല്ല് നഷ്ടപ്പെട്ട 3 മുതൽ 6 മാസം കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പല്ല് റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും രേവതിയാണ്. രേവതി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹായ് രേവതി. ഡോക്ടർ, എനിക്ക് ചോദിക്കാനുള്ളത്, എന്റെ പല്ലിനും മോണയ്ക്കും വ്യത്യാസമുണ്ട്. മോണ ഭയങ്കര കറുപ്പായിട്ടാണ്, ഭയങ്കര കറുപ്പ് നിറം കാണുന്നു. അപ്പം ഞാൻ എന്താണെന്ന് ഞാൻ സ്ഥിരമായി കാണുന്ന ഡോക്ടറെ പോയി. കേൾക്കുന്നില്ല രേവതി? ഡോക്ടർ, രേവതിയുടെ സംശയം രേവതിയുടെ മോണ കറുപ്പ് നിറമാകുന്നു എന്നതാണ്. ഓക്കെ. രേവതി, മോണയുടെ കളറ്, നമുക്ക് മോണയുടെ കളറ് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഡീപിഗ്മെന്റേഷൻ എന്നൊക്കെ പറയും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മോണയുടെ കളറ് നമ്മുടെ സ്കിന്നിൻ്റെ കളറ് ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മുടെ ജീൻസ് ആണ്. അതുപോലെ മോണയ്ക്കും ഓരോരുത്തർക്കും മോണയ്ക്ക് ഒരു സെപ്പറേറ്റ് കളേഴ്സ് ഉണ്ടാവും. സോ ആ മോണയുടെ കളറ് രേവതിക്ക് ചിരിക്കുമ്പം കോൺഫിഡൻസ് തരുന്നില്ലെങ്കിൽ നമുക്ക് ഡീപിഗ്മെന്റേഷൻ എന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതായത് മോണയുടെ ലേസറോ അല്ലെങ്കിൽ സ്കാൽപ്പലോ, അത് ലേസർ ഉപയോഗിച്ച് നമ്മുടെ മോണയുടെ കളറ് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. സോ തൊട്ടടുത്തൊരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് രേവതി ഈ കാര്യങ്ങൾ പറയാം, മോണയുടെ പ്രശ്നമുണ്ട്, ഇങ്ങനെ കളറ് മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ അതൊരു രണ്ടോ മൂന്നോ സിറ്റിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പ്രേക്ഷകർക്ക് വ്യക്തമായിരുന്നു കരുതുന്നു. ഡോക്ടർ, മറ്റൊരു കാര്യം, ഈ ടൂത്ത് വൈറ്റനിങ് ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെടുമോ എന്നതാണ്. അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആയിരിക്കണം. ടൂത്ത് വൈറ്റനിങ് നല്ലൊരു പ്രൊസീജിയറാണ്. കാരണം നമ്മുടെ പല്ലിൻ്റെ കളറ് ഭയങ്കര മഞ്ഞയാണ്, നമുക്ക് ചിരിക്കാൻ അത്രയും കോൺഫിഡൻസ് ഇല്ലേ. ടീത്ത് വൈറ്റനിങ് ഈസ് എ ഗുഡ് പ്രൊസീജിയർ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ചെയ്യുന്ന ഡോക്ടർ കറക്റ്റ് പ്രോട്ടോകോൾസ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ പല്ലിന് ഒരു ദോഷവും ഇല്ല. പിന്നെ
അത് നല്ല രീതിയിൽ കറക്റ്റ് ടൈം എടുത്ത് എങ്ങനെയാണോ പ്രോട്ടോക്കോൾ മോണയൊക്കെ ബാരിയർ വെച്ച് കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ ടീത്ത് വൈറ്റനിങ് ചെയ്യാവുന്നതേ ഉള്ളൂ ആർക്കും. ഡോക്ടർ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചിരിക്കുമ്പോൾ അധികമായി മോണ കാണുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അഭംഗിയായി ചിലർക്ക് തോന്നാം. അപ്പോൾ അതൊക്കെ മാറ്റാൻ സാധിക്കുമോ? അതിന് മോണ കൂടുതൽ കാണുന്ന ഞങ്ങൾ പൊതുവേ പറയുന്ന ഗമ്മി സ്മൈൽ എന്നാണ്. ഗമ്മി സ്മൈലിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക ഗമ്മി സ്മൈൽ എന്തുകൊണ്ടാണ്, അതായത് അത് മോണയുടെ അല്ല എല്ലിൻ്റെ പ്രശ്നം കൊണ്ടാണോ അല്ല മോണ കൂടുതൽ പല്ല് കവർ ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പം അത് എല്ലിൻ്റെ പ്രശ്നമാണെങ്കിൽ തന്നെ അത് അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റെ ഏജിനനുസരിച്ചാണ് അത് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഗ്രോത്ത് മോഡിഫിക്കേഷൻ അപ്ലയൻസ് കൊടുത്താൽ തന്നെ മോണയുടെ വിസിബിലിറ്റി, അതായത് മോണ കാണുന്നത് കുറയ്ക്കാൻ പറ്റും. ഇനി കുറച്ചുകൂടെ പ്രായമുള്ളവർക്കാണെങ്കിൽ കമ്പിയിട്ടോ അല്ലെങ്കിൽ ടാറ്റ്സ് ഉപയോഗിച്ച് മോണയുടെ, അതായത് മാക്സിലറി എക്സസ് എന്നൊക്കെ അതിന് പറയാം, മോണയുടെ എല്ലിൻ്റെ വളർച്ച കൂടുതൽ കാരണം മോണ കാണുന്നത്, അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരു പരിധി കൂടുതലാണെങ്കിൽ സർജിക്കൽ കറക്ഷൻ വരെ ആവശ്യം വരും. സോ എത്ര മാത്രമാണ് മോണ കാണുന്നത്, എന്തുകൊണ്ടാണ് മോണ കാണുന്നത്, അത് മോണ കുറച്ച് കൂടുതൽ വളർന്ന് പല്ലിനെ കവർ ചെയ്യുന്നത് കൊണ്ടാണോ അല്ലെ എല്ലിൻ്റെ മുകൾ താടിയിലെ എല്ലിൻ്റെ വളർച്ച കൂടുതൽ കൊണ്ടാണോ അല്ലെ എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നം, എത്ര വയസ്സാണ് പേഷ്യൻറ്റിൻ്റെ എന്നനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. സോ എന്തിനും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം കാണുവാണെങ്കിൽ തൊട്ടടുത്തുള്ള ഡെൻറ്റിസ്റ്റിനെ കാണിച്ചാൽ ആ ഡെൻറ്റിസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റും അത് എല്ലിൻ്റെ പ്രശ്നം കൊണ്ടാണോ അല്ല സോഫ്റ്റ് ടിഷ്യൂ മോണയുടെ പ്രശ്നം കൊണ്ടാണോ. എല്ലിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം മോണ കൂടുതൽ വളർന്ന് പല്ലിൻ്റെ സൈസ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ മോണയൊന്ന് റീഷേപ്പിംഗ് ചെയ്ത് കൊടുത്താൽ പല്ല് കാണുന്നത് കൂടുതലും മോണ കാണുന്നത് ചെറുതാക്കാനും പറ്റും. സോ ഡിപ്പെൻഡ് അപ്പോൺ എന്താണ് റീസൺ, എന്താണ് ഏജ്, അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. വർക്കലയിൽ നിന്നും സതിയാണ്. സതി ഡോക്ടറോട് ചോദിച്ചോളൂ. ഹായ് സതി. സതി ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ കോൾ കട്ടായത് തോന്നുന്നു. ഡോക്ടർ, നമുക്ക് പ്രധാനമായി അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ ക്ലീനിങ് ടൈം, നമ്മുടെ പല്ല് എത്ര സമയം കൂടുമ്പോഴാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്? ഐഡിയലി 6 മാസം കൂടുമാണ് നമ്മൾ പ്രൊഫഷണലി ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ക്ലീൻ ചെയ്യേണ്ടത്. നമ്മൾ റുട്ടീൻ ക്ലീനിങ്ങിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ചെറുപ്പം മുതലേ പഠിക്കുന്ന കാര്യം 2 നേരം ബ്രഷ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്, രാവിലെയും രാത്രിയും. അതുപോലെ തന്നെ പല്ല് ക്ലീൻ ചെയ്യുന്നത് ബ്രഷിങ് മാത്രമല്ല, നമ്മൾ ഫ്ലോസിങ്ങും ഇപ്പം വന്ന് വാട്ടർ ഫ്ലോസും ഉപയോഗിക്കുന്നത് വളരെ, കാരണം എന്ന് വെച്ചാൽ ബ്രഷിങ് കാരണം നമ്മുടെ പല്ലിൻ്റെ മുകൾ ഭാഗം മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. അപ്പോൾ പല്ലിൻ്റെ ഇടഭാഗം ഫ്ലോസിങ്ങും ചെയ്യേണ്ട ആവശ്യമുണ്ട്, കാരണം മൊത്തമായിട്ടൊന്ന് ക്ലീൻ ആവും. പിന്നെ ടങ് ക്ലീൻ ചെയ്യുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ എത്ര ബ്രഷ് ചെയ്താലും നമുക്ക് ബ്രഷ് എത്താത്ത ചില ഏരിയകളുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് once in 6 months 6 മാസം കൂടുമ്പം ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പ്രൊഫഷണലി ക്ലീൻ ചെയ്യാൻ പറയണമെന്ന് പറയുന്നത്. പ്രൊഫഷണലി ക്ലീൻ ചെയ്യാൻ പറയുന്നത് എന്നാലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഡെൻറ്റിസ്റ്റ് എവിടെയൊക്കെയാണ് അഴുക്ക് തങ്ങിയിരിക്കുന്നത്, നിങ്ങളുടെ ബ്രഷ് എത്താത്ത ഏരിയ ഒക്കെ ഡെൻറ്റിസ്റ്റ് കറക്റ്റായി ക്ലീൻ ചെയ്യും. അങ്ങനെ 6 മാസം കൂടുമ്പം ക്ലീൻ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനും പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. പിന്നെ റുട്ടീൻ ക്ലീനിങ് വഴി റുട്ടീൻ ചെക്കപ്പും കൂടെ അതിൻ്റെ കൂടെ നടക്കും. സോ നിങ്ങൾക്ക് മോണരോഗം വരത്തില്ല, പല്ല് കേടാവുന്നത് നേരത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, കേടാവുന്നത് നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ചെറിയ പൈസ കൊണ്ട് റുട്ടീനായിട്ട് ചെയ്ത് കൊടുത്താൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങത്തില്ല. ശരി ഡോക്ടർ, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഡോക്ടർ, നമ്മുടെ ഈ കുട്ടികളുടെ ഒരു സംരക്ഷണം, പല്ല് സംരക്ഷണം, അത് എങ്ങനെയാണ് ഒന്നുകൂടി ഒന്ന് വിവരിക്കാമോ? കുട്ടികളുടെ പല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ മോണയുടെ വളർച്ചയ്ക്ക്, താടിയലിൻ്റെ വളർച്ച, അവരുടെ സംസാരത്തിന്, അവർക്ക് ചവയ്ക്കാനൊക്കെ അവർക്ക് പാൽപ്പല്ലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാൽപ്പല്ലുകളാണ് പെർമനൻറ്റ് പല്ലിൻ്റെ വഴികാട്ടി എന്നൊക്കെ പറയുന്ന പോലെ പാൽപ്പല്ലുകൾ എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ ഇരിക്കും പെർമനൻറ്റ് ടൂത്തിൻ്റെ ഹെൽത്തും. ഓരോ പാൽപ്പല്ലിനും ഓരോ സമയമുണ്ട്, എപ്പം പോവണം എപ്പം വരണം എന്നൊക്കെ ഓരോ സമയമുണ്ട്. അതിനനുസരിച്ച് അത് പോകാനും പാടുള്ളൂ, അത് വരാനും പാടുള്ളൂ. സോ ഡെഫിനറ്റ്ലി നമ്മൾ പാൽപ്പല്ലല്ലേ, പൊഴിഞ്ഞു പോകുന്ന പല്ലല്ലേ, അത് അധികം ശ്രദ്ധിക്കേണ്ട, അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് ഒന്നൊരിക്കലും ചിന്തിക്കാൻ പാടില്ല. പാൽപ്പല്ലുകൾ കുട്ടികളുടെ കോൺഫിഡൻസ്, അതായത് ഫ്രണ്ടിലത്തെ പല്ല് അവരുടെ കോൺഫിഡൻസിന്, അവരുടെ സംസാരത്തിന്, അണപ്പല്ല് അവരുടെ ചവയ്ക്ക്, ഓരോ പല്ല് പോയി വരുമ്പോഴും എല്ലിൻ്റെ വളർച്ചയൊക്കെ മാറ്റർ ചെയ്യും. സോ ഡെഫിനറ്റ്ലി പാൽപ്പല്ലുകൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നേരത്തെ ട്രീറ്റ് ചെയ്യുക. അത് മാത്രമല്ല, വലിയ ആൾക്കാരെ പോലെ തന്നെ 6 മാസം കൂടുമ്പം കുട്ടികളുടെ റുട്ടീൻ ചെക്കപ്പ് നടത്തുക. അത് കാരണം അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരത്തെ മനസ്സിലാക്കാൻ പറ്റും.
കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ. ഒന്നാമത് വലിയ ആൾക്കാരെ പോലെ അവർക്ക് വേദന വരുമ്പോൾ കരയാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ. അപ്പം നിങ്ങൾ പാരൻസ് അതിന് ഇമ്പോർട്ടൻസ് എടുത്ത് കുട്ടികളുടെ 6 മാസം കൂടുമ്പോൾ ഡെൻറ്റിസ്റ്റിനെ കാണിച്ച് എൻ്റെ റുട്ടീൻ ചെക്കപ്പ് ചെയ്യുക. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. ശരി ഡോക്ടർ, വളരെ വ്യക്തമാണ്. സ്മൈൽ ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ചേർന്നത് ഏറ്റുമാനൂർ തീർത്ഥാസ് ടൂത്ത് എഫെയർ ഡെന്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെന്റൽ സർജനായിട്ടുള്ള ഡോക്ടർ തീർത്ഥ ഹേമന്താണ്. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിന് ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.